റൗണ്ടിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണെന്ന കാര്യം ഏവരെയും ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. 2013 കണ്ട പ്രിയങ്കരനായ മേയർ ശ്രീ MK വർഗീസ് അവർകൾ, കേരളത്തിന്റെ ബഹുമാന്യനായ റവന്യൂ മിനിസ്റ്റർ അഡ്വക്കേറ്റ് K രാജൻ, കേരളത്തിന്റെ ബഹുമാന്യയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി പ്രൊഫസർ R ബിന്ദു, കൂടാതെ ബഹുമാന്യനായ ഔഗിൻ മെത്രാപ്പോലീത്ത, ബഹുമാന്യനായ മോൻ ക്ലീമിസ് മെത്രാപ്പോലീത്ത, അവരോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ പുണ്യവീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഏവരെയും ഏറെ സ്നേഹപുരസ്സരം ഞങ്ങൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിജയിപ്പിക്കാൻ പോകുന്നുള്ള പ്രകടനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒട്ടും എനർജി ചോരാതെ തന്നെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്കൊരു കൈയിടൊക്കെ കൊടുക്കാൻ തോന്നുന്നില്ലേ? എവിടെ ഉയർത്തി കൈയിടിക്കാൻ പറ്റുമോ? 107 ഇടവകളിൽ നിന്നുള്ള ഡാൻസിംഗ് പാപ്പമാരാണ് ഇന്ന് പൊണ്ണതാലെ 2020 ലൂർദ് കത്തീഡ്രൽ CLC ഒരുക്കുന്ന കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഘോഷിക്കാം, എന്ന് ആർമാദിക്കാം. മേരി ക്രിസ്മസ്. തൃശ്ശൂരിന്റെ സ്വന്തം സാംസ്കാരിക തനിമയും പുലർത്തുന്ന ഫ്ലോട്ട് ഇതിനകം തന്നെ കേവലം ആഘോഷം മാത്രമല്ല, അതിന് വലിയ കാരുണ്യത്തിന്റെ മുഖം കൂടിയുണ്ട്. നിർധനരായ വീടില്ലാത്ത 65 കുടുംബങ്ങൾക്ക് 10 കോടിയോളം രൂപ ചെലവഴിക്കാൻ സാധിച്ചു എന്നതും ഏറെ അഭിമാനത്താല് ഇതാ 2020 ഫ്ലോട്ടുകളും വൈവിധ്യമാർന്ന ഡാൻസുകളുമായി ഇതാ നിങ്ങളുടെ മുന്നിൽ ഈ ദൃശ്യവിസ്മയം എത്തിച്ചേരുകയാണ്. സ്വരാജ് ഡാൻസിംഗ് പാപ്പമാർക്കും ഫ്ലോട്ടുകൾക്കും യാത്രാ സൗകര്യമൊരുക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. ഡാൻസിംഗ് പാപ്പമാർക്കും ഫ്ലോട്ടുകൾക്കും വീതി തൃശ്ശൂരിന്റെ സാംസ്കാരിക തനിമ നിലനിർത്തിയ 4ാമത് ഫ്ലോട്ട് ഇത് തനിമ നിലനിർത്തുന്ന രാജവീതിയിലേക്ക്, തേക്കിൻകാടിന്റെ സ്വന്തം രാജവീതിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ക്രമപ്പെടുത്തേണ്ടത് അതുകൊണ്ട് തന്നെ വരുന്ന ഡാൻസിംഗ് പാപ്പന്മാർക്ക് ഡാൻസ് ചെയ്യാനുള്ള ഏറ്റവും സൗകര്യപൂർവ്വം ഒരുക്കി കൊടുക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും പിന്നെയും വിസ്മയമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു ലൈറ്റിന്റെ കൂടി തന്നെ കാഴ്ചകളുടെ വിസ്മയം ഒരുക്കുന്ന നമ്മുടെ പാപ്പന്മാർ നല്ല LED വെട്ടത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. സഹകരണം കൂടിയും ഒട്ടും ചോരാതെ പിന്നെയും വരും വർഷങ്ങളിൽ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃശ്ശൂരിലെ ഓണത്തൽ തൂക്കിക്കൊടുമ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ വലിയ ആവേശം 11ാം വർഷത്തിലെ ഒട്ടും ചോരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കയറാൻ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കാണികളുടെ എണ്ണവും ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷം തൃശ്ശൂർ പേരുടെ മണ്ണിൽ ഇറങ്ങിയേറുമ്പോൾ അത് എത്രത്തോളം ഭംഗിയാക്കുന്നതിൽ വിദ്യാർത്ഥി സമൂഹം, വിദ്യാർത്ഥികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അങ്ങനെ ഏറ്റവും സ്നേഹപൂർവ്വം പാപ്പമാർ നീങ്ങുന്നതിനോടൊപ്പം തന്നെ ഇരുട്ടിന്റെ ആ ഒരു നിറപിടിച്ചൊപ്പം തന്നെ ഏറ്റവും വെളിച്ച സംവിധാനത്തിലൂടെ തന്നെയുള്ള കൂട്ടുകൾ ഇനി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഏതൊക്കെ മേഖലയിൽ എത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കാൻ പറ്റും അതിന്റെ ഏറ്റവും മികച്ച കാഴ്ചകൾ തന്നെയാണ് തൃശ്ശൂർ അതിർവരെയും പൗരാവലിയും ചേർന്ന് നടത്തുന്ന ബോർഡ്. നമ്മുടെ കാസർഗോഡിന് കുറേ കൂടിയും ഇമ്പവും ആവേശവും ആഘോഷവും കൂടിക്കൂടി വരുന്നത് പാപ്പമാർക്കൊപ്പം തന്നെ വെള്ളം നമ്മുടെ വിശുദ്ധ ദൃശ്യങ്ങളും ഏറ്റവും മനോഹരമായിട്ടുള്ള വിസ്മയ കാഴ്ചകളോടെ രാജരാജൻ ഭൂജാതനായി ലോകരക്ഷ ഏകദേശം 10-ലധികം പാപ്പമാർ
എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ അതിരൂപതയും പൗരാവലിയും ഒത്തൊരുമിച്ച് ഇത്രയും വലിയൊരു ആഘോഷം മൊത്തത്തിനു വേണ്ടിയല്ല. വരില്ലേ ഒരു പരിപാടിയാണ്. ഏറെ ഈറ്റില്ലമായിട്ട് പ്രഘോഷിക്കപ്പെടുന്ന മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായിട്ട് അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിനോട് ചേർത്ത് ഇന്ന് അഭിമാനത്തിന്റെ ആവേശത്തിൽ പുറത്തിലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഈ ആഘോഷ പെരുമ എത്രത്തോളം ചരിത്രനാളുകളിൽ എത്രത്തോളം നാഴികക്കല്ലുകളായിട്ട് മാറിക്കൊണ്ട് തന്നെ ഇവിടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പെർഫോമൻസിന് വെയിറ്റ് ചെയ്യാം. യെസ് റെഡി. രാജരാജൻ ഭൂജാതനായി രാഹുൽ ഇവിടെ ജില്ലാശുപത്രിക്കടുത്തുള്ള മൈക്രോയിൽ ഭാഗം വരുന്നുണ്ട്. റൊമാനിയൻ ഭാഗത്ത് രാഹുൽ. സ്നേഹമുള്ളവരെ, തൃശൂർ സ്വരാജ് റൗണ്ടിൽ ദൈവിക ജീവനും സ്വർഗീയ പ്രിയമുള്ളവരെ, ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുന്ന കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വണ്ടിയുടെ ഒപ്പം റിച്ച് മാസം അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചാനലിലാണ്. അടുത്തൊരു വീഡിയോയ്ക്കും ബൈ. പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.